അണ്ണാ എനിക്കും റോള് കിട്ടി. നല്ല മരം കയറി കഥാപാത്രമാ. സക്കീർ ഹുസൈൻ അങ്ങനെ എന്തോ പറഞ്ഞത്. പുഴക്കരയിൽ ചെന്ന് മരത്തെ കയറി പ്രാക്ടീസും ചെയ്യാം, കൂടെ കുളിസീനും കാണാം. എങ്ങനെയുണ്ട്? അണ്ണൻ എന്തൊരു മൂഡില്ലായിരിക്കുന്നു. ഒരെണ്ണം അടിച്ചാലോ? ഇപ്പോഴോ? ഒരു 10 മിനിറ്റ് കഴിയട്ടെ, സെറ്റപ്പ് ഒക്കെ ഞാൻ റെഡിയാക്കാം. ആ ചേച്ചി, അണ്ണനെ ദാഹിച്ചിട്ട് വയ്യ, കുറച്ച് വെള്ളം ഒരു ഗ്ലാസും തരുമോ? വെള്ളം വേണമെങ്കിലേ താനേ എടുത്ത് പോയി കുടിക്കി. ചാകാൻ കിടന്ന് എന്റെ അമ്മായിയമ്മ ചോദിച്ചിട്ട് പോലും ഞാൻ വെള്ളം കൊടുത്തിട്ടില്ല, പിന്നല്ലേ ഇയാൾക്ക്. അണ്ണാ അടുത്ത പ്രാവശ്യം അവള് കാല് കഴുകി മുത്താൻ വരുമ്പോ കാലി കോഴ്ത്തിട്ടും ചവിട്ടി വെച്ചിക്കണം. അതോടെ അവളുടെ അഹങ്കാരം തീരും. ഭയങ്കര സാധനമാണ്. വന്നപ്പോ തൊട്ട് നമുക്കിട്ട് പണി തരിക. അവളുടെ ചന്തി നോക്കി ഒരു അടി കൊടുക്കണം. ഇപ്പൊ കൊടുക്കട്ടെ? കൊടുക്കുക. പിന്നെന്താ? നിന്നെ എന്ത് വൃത്തികേടാണോ താനീ കാണിച്ചേ? കാണിച്ചെന്നേ കണ്ടില്ലേ? ഇനിയും കാണിക്കണോ? ക്യാമ്പിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറിയില്ലെങ്കിലുണ്ടല്ലോ. പെരുമാറിയിൽ നീ എന്ത് ചെയ്യും? അഹങ്കാരം കാണിച്ചാലുണ്ടല്ല നിന്റെ ചന്തിക്ക് അടിക്കും. പടാ, ഈ ചെറുക്കന് ഇത്തിരി അഹങ്കാരം കൂടുതലാ. അവൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അയ്യോ ക്ലീറ്റസേ, അവൻ ഇവിടുത്തെ DOSP മോനാ, വെറുതെ കുഴപ്പത്തിനൊന്നും പോണ്ട. ഓഹോ. എടാ ക്ലീറ്റസേ, ഓ വർത്താനം പറഞ്ഞു നിൽക്കാതെ പോയാ ഡയലോഗ് പഠിക്കടാ. ഓ വഴിയെ പോരാൾ ഒരു കൈ ഇരുന്നോട്ടെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. വെറുതെ അല്ലല്ലോ, കഷ്ടപ്പെട്ട് കളിച്ചിട്ടല്ലേ. അയ്യോ പോലീസ്, നീയാണോ നാടക ക്യാമ്പിലുള്ള ക്ലീറ്റസ്? വന്ന് ജയിപ്പേക്കാറ്. ഞാൻ മാത്രമല്ല എങ്ങനെ? അപ്പൊ അവന്മാര് വേണ്ടേ? അതിന് ചീട്ടുകളി പിടിക്കാനൊന്നും വന്നല്ല, നിന്നെ DYSP സൈമൺ സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഓ അതാണോ കാര്യം? വെറുതെ അവന്മാരെ കൊണ്ട് നീന്തിച്ചു. നമ്മൾ രക്ഷപ്പെട്ടു. ക്ലീറ്റസിനെ ബുക്ക് ചെയ്യണം. ഇതാരാ എന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നത്? യേശു ക്രിസ്തു. നിനക്ക് വേറെ പണിയൊന്നുമില്ലടാ. സാറിന്റെ മോന് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണ് അവിടെ വന്ന് കിടന്ന് അഭിനയിക്കുന്നത്. അതവന്റെ നിർബന്ധം കൊണ്ടാ. പള്ളിക്കാരി ആയതുകൊണ്ട് ഞാനും എതിർക്കാൻ പോയില്ല. അതുപോലെയാണോ നീ? സാറ് വിളിച്ചെന്തിനാന്ന് പറഞ്ഞില്ല. പറയാം, പിടിക്കേ. വേണ്ട സാർ. നീ ചെറിയ പിണക്കത്തിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഈ നാട്ടിൽ വന്നിട്ട് നീ എന്നെ വന്ന് കാണാഞ്ഞത്. പോലീസുകാര് എല്ലാവരും നെറികെട്ടവരാണെന്ന് ഞാൻ പറയല്ല. പക്ഷേ സാർ അന്ന് കാണിച്ച നെറികേട് തന്നെ. അതിൻ്റെ പേരിൽ എൻ്റെ പിള്ളേർ മുഴുവൻ അകത്തായില്ലേ? ശരിയാ, രക്ഷിക്കാമെന്ന് ഞാൻ വാക്ക് തന്നതാ. പക്ഷേ നമ്മുടെ നിയമം ചിലപ്പോഴങ്ങനെയാ. പബ്ലിക് ഇഷ്യൂ ആയ പിന്നെ ദൈവം തമ്പരാൻ വിചാരിച്ചാൽ ഊരാൻ പറ്റില്ല. സാർ അകത്ത് പോണതിന് പകരം എൻ്റെ പിള്ളേരകത്ത് പോയത്. എന്നിട്ട് പിന്നെ മറ്റേ പണി കാണിച്ച അത് കാളാ. അത്യാവശ്യത്തിന് കാശ് വല്ലതും വേണമെങ്കിൽ വീട്ടിൽ വന്ന് വാങ്ങിച്ചു. പിന്നെ നിന്നെ ഇപ്പം വിളിപ്പിച്ചത് വേറൊരു കാര്യത്തിനാണ്. CI കൃഷ്ണകുമാറിനെ അറിയില്ലേ? അയാൾക്ക് ചെറിയൊരു ഹെൽപ്പ് വേണം. നിയമപരമായി കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കേസാ. ഇല്ല സാറേ, ഇനി നിങ്ങൾ പറയുന്നത് കേട്ട് തല്ലാനും കൊല്ലാനും ഒന്നും ക്ലീറ്റസിന് നേരമില്ല. ഒരു പണി കിട്ടി, അത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇനി ഒരു പണി മേടിച്ച് അകത്ത് പോകാൻ പുറത്ത് ഞാൻ മാത്രമേ ഉള്ളൂ സാറേ. അതുകൊണ്ട് നമ്മൾ വിട്ടെ. നമ്മളെയൊക്കെ പിണക്കിയിട്ട് നീ എത്ര കാലം പുറത്ത് നിൽക്കും? നല്ല ചങ്കുറപ്പുള്ള വേറെ ആമ്പിള്ളേരെ കിട്ടാഞ്ഞിട്ടല്ല, സാറ് പറഞ്ഞോണ്ടാ. സാറൊക്കെ എന്തിനാ സാറേ ഈ പന്ന കൈയും കാലം പിടിക്കുന്നു? വേണ്ട, സാറൊന്ന് മൂളിയാ മതി. ഇവനെ ഇപ്പൊ തന്നെ പോക്കിട്ടുണ്ട്. അയാള് ചുമ്മാ. ഞാനും ചുമ്മാതാ സാറേ. ഈ ക്ലീറ്റസ് ആരാണെന്ന് സാർ ഈ കൃഷ്ണകുമാർ സാർ ഒന്ന് പറഞ്ഞു കൊടുക്കും. അയ്യോ സാറേ, മദ്യം പോയാലത്തെ വിഷമം അത് ഈ ക്ലീറ്റസിന് അറിയാം. ഇനി ഇത് മാത്രമേ ബാക്കിയുള്ളൂ. സാറ് ഇതെനിക്ക് ഒഴിച്ചു വെച്ച് നീട്ടിയതായതുകൊണ്ട് ഞാനിതങ്ങ് കഴിക്കുക. അപ്പൊ പോട്ടെ സാറേ. കൃഷ്ണകുമാറേ, മാതിയടാ. മുടി നന്നായി സൂക്ഷിക്കണമെന്ന് വടക്കുംതല അച്ഛൻ എന്നോട് പ്രത്യേകം പറഞ്ഞതാ. ദേ
ഈ പരസ്യത്തിലെ പെമ്പിള്ളാരെ പോലെ മുടി ഇങ്ങനെ പറന്ന് കിടന്നാലേ സ്റ്റേജിൽ കയറുമ്പോ ഒരു ഗെറ്റപ്പ് ഉണ്ടാവുള്ളൂ. മുടിന്ന് വെച്ചാണ് ഒരു ജീവനാ. നാട്ടിൽ വെച്ച് മാസത്തിലൊരിക്കൽ ഞാൻ ഇങ്ങനെ പുകയിട്ട് കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പുകയിടുന്നത് കൊല പഠിപ്പിക്കാനാണ്. ക്ലീറ്റസണ്ണ, വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ടേ. ദാഹിക്കുമ്പോ ഇനി ചോദിച്ചു നടക്കണ്ട. അണ്ണോ, ഈ വണ്ടി വേറെ റൂട്ടിലേക്കാണല്ലോ പോണത്. ഏത് റൂട്ടിലേക്ക് വേണേലും പോട്ടാ, നമ്മൾ കയറായിരുന്ന പോരെ. ചേച്ചി, ആ വൃത്തികെട്ട മനുഷ്യനോട് ചേച്ചി എന്തിനാ സംസാരിക്കാൻ പോയത്? ഓ, അറിയാതൊന്നും എന്റെ ബാക്കിൽ തട്ടിയെന്ന് കരുതി നമ്മൾ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അറിയാതല്ലേ ചേച്ചി, മനഃപൂർവ്വ. ഞാൻ കണ്ടല്ലേ. അത് മോളെ, ഒരു ടിപ്പർ വന്ന് ഓട്ടോറിക്ഷയ്ക്ക് ഇടിച്ചാലും ഓട്ടോറിക്ഷ വന്ന് ടിപ്പറിന് ഇടിച്ചാലും ഓട്ടോറിക്ഷക്കല്ലേ കേട്. നാടകത്തിന്റെ വിജയത്തിന് വേണ്ടി ചില ഇടികളൊക്കെ നമ്മൾ കണ്ടില്ലാതെ നടിക്കണം. മോള് നടക്ക്. അണ്ണാ, അണ്ണന്റെ കൂട്ടുകാർ ഫോണില്. ഹലോ, ആ ഞാനാണോടാ? എപ്പോ ഇറങ്ങി? പരോളാണോ? റിലീസാണ്? ആഹാ, അപ്പൊ നേരെ ഇങ്ങോട്ട് പോര്. ആ, ഓക്കെ. എന്താടാ ജയിലൊക്കെ നല്ല കാപ്പാടാണ്. നിന്റെ മാസം കുഴപ്പമില്ല. അച്ഛനെ, ഇന്ന് ഉച്ചക്ക് തിന്നാൻ ഇവന്മാരുണ്ടാവുകയെ ഒരു പറ അരി കൂടുതലിട്ടു. ഒടുക്കത്തെ വയറാ, കണ്ടില്ലേ? പഴയ പോലെ വെച്ചപ്പൊന്നും ഇല്ലണ്ടാ. ഉച്ചക്ക് 2 ബിരിയാണികളൊക്കെ നിർത്തും. എന്റെ ഫ്രണ്ട്സാ. ഇത് ഉടുമ്പ് സാലി, മാക്രി ജോസ്, ഇവൻ സായിപ്പ്, പൊടിയൻ. ഞാൻ ചുമ്മാ വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞാൽ മതി, കൈയും കാലും വെട്ടിക്കൊണ്ട് വരും. അത്രയ്ക്ക് സ്നേഹമുള്ള പിള്ളേരാ എന്റെ ഫ്രണ്ട്സ്. ബെസ്റ്റ് ഫ്രണ്ട്സ്. അച്ഛനോട് പോയി ഒന്ന് പരിചയപ്പെടുത്താൻ. അച്ഛൻ ബിഷപ്പ് ഹൗസിൽ പോയിരിക്കുക. ആണോ? നിങ്ങൾക്ക് എന്റെ റിഹേഴ്സൽ ക്യാമ്പ് കണ്ടേ? പിന്നെ നമ്മള് പോലീസ് ക്യാമ്പ് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ പോയാൽ സെൻട്രൽ ജയിൽ ഇങ്ങോട്ട് മാറ്റേണ്ടി വരും. നമുക്ക് മിഷ്യ ചരിത്രം എന്ന പേര് മാറ്റി കൊട്ടേഷൻ ചരിത്രം എന്ന് ഇട്ടാലോ?